യുകെയിലെ മിഡ്ലാൻഡ്സിലുള്ള ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് പീക്ക് ഡിസ്ട്രിക്ട്. പീക്ക് ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്നറിയപ്പെടുന്നതാണ് ബാംഫോർഡ് എഡ്ജ്. അപ്പോൾ ഇന്നത്തെ യാത്ര നമുക്ക് ബാംഫോർഡ് എഡ്ജിലേക്ക് ആക്കാം. സ്ഥലം ഇതാണ്. ആ കാണുന്നതാണ് ബാംഫോർഡ് എഡ്ജ് എന്ന് പറഞ്ഞതിൻ്റെ ഏരിയ വരുന്നത്. അതിൻ്റെ അടുത്തേക്കാണ് പോകാൻ പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതൊരു ഹിസ്റ്റോറിക്കൽ ടൗൺ ആണ്. ബാംഫോർഡ് എഡ്ജിലേക്കുള്ള യാത്രയും മനോഹരമാണ്. ചുറ്റുംപുറം ഫാം ഹൗസുകളും കാര്യങ്ങളും ഒരുപാട് പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡും ഒക്കെ ആയിട്ടുള്ള നല്ല മനോഹരമായ റൂട്ടാണ് ബാംഫോർഡ് എഡ്ജിലേക്കുള്ള. വലിയ പ്ലേസിലാണ് വന്നേക്കുന്നത്. ഇവിടെ നിന്നോട്ട് ഫുട്പാത്താണ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ആൾക്കാർക്ക് പട്ടിക്ക് മാത്രം കയറാവുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. മുകളിലേക്ക് നടന്നു കയറാനുള്ള വഴിയെന്ന് പറയുന്നതും വലിയ കയറ്റമൊന്നുമുള്ള ഭാഗങ്ങളൊന്നും അല്ല. തുടക്കത്തിൽ കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ പിന്നെ കുറച്ച് പാറക്കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫ്രീ പാർക്കിംഗ് ആണ്. പക്ഷേ ആ കാണുന്ന പ്ലേസിലേക്കാണ് പോകേണ്ടത്. എഡ്ജ്, അതാണ് ബാംഫോർഡ് എഡ്ജ് എന്ന് പറയുന്നത്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഈ കാണുന്ന ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ട്. ബാംഫോർഡ് എഡ്ജിന് ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ലോക്കൽ ടൂറിസ്റ്റ് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് വരുന്നുണ്ട് ഒരു സ്ഥലമാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഹൈക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടാണ് ആളുകൾ വരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ പോയിന്റ് അത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. എന്താണെങ്കിലും അവിടെ കുറച്ച് നേരം ഇരുന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ച് പതിയെ നടന്നു കയറാമെന്ന് വെച്ചു. ഞാൻ ഇറങ്ങിയ സമയം നല്ല വെയിലുള്ള സമയമായിരുന്നു. എന്നാലും തണുത്ത കാറ്റുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്ന കാഴ്ചകളും ചിത്രങ്ങളൊക്കെ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. നല്ല മനോഹരമായ യുകെയുടെ ഗ്രാമപ്രദേശങ്ങളും അതുപോലെ തന്നെ പുൽമൈതാനങ്ങളും മലഞ്ചെരുവുകളും എല്ലാം ഒറ്റ ഫ്രെയിമിൽ കിട്ടുന്ന രീതിയിലുള്ള ഒരു പ്ലേസാണത്. എന്താണെങ്കിലും ഞാനവിടെ നിന്ന് കുറേ ചിത്രങ്ങളൊക്കെ എടുത്തു. ഒന്ന് രണ്ട് ഹൈക്കിങ്ങിനൊക്കെ വന്ന ആൾക്കാർ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഞാനങ്ങനെ ആദ്യത്തെ ഒരു പോയിന്റിലെത്തി. ഇവിടെ നോക്കുമ്പോൾ ഏകദേശം പകുതിയോളം ഭാഗം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റ് വരെയുള്ള സ്ഥലമാണിത്. പക്ഷേ ഇതല്ലാട്ട് ബാംഫോർഡ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന ഭാഗത്തിൻ്റെ കുറച്ചും കൂടെ ഏകദേശം ഒരു 100-200 മീറ്ററോടെ അങ്ങ് സഞ്ചരിച്ച് കഴിയുമ്പോൾ മുമ്പോട്ട് ചെന്ന് കാണുന്ന ഒരു എഡ്ജായിട്ട് നിൽക്കുന്ന ഏരിയയിലാണ് ബാംഫോർഡ് എഡ്ജ് എന്ന് കറക്റ്റ് പറയുന്നത്. ബാംഫോർഡ് എഡ്ജ് ഡെർബിഷെയറിലെ പീക്ക് ഡിസ്ട്രിക്ട് നാഷണൽ പാർക്കിലുള്ള മനോഹരമായിട്ട് കുറേ പാറക്കെട്ടുകളുടെ ഒരു കൂട്ടം കൂടിയൊരു ഏരിയയാണ്. കാൽനട യാത്രകൾക്കും കാഴ്ചകൾ കാണുന്നതിനൊക്കെ വളരെ മനോഹരമായിട്ടും അനുയോജ്യമായൊരു സ്ഥലമാണ്. പച്ചപ്പുൽമേടുകളും പാറക്കെട്ടുകളും താഴെ കാണുന്ന താഴ്വരകളുടെ വിശാലമായ കാഴ്ചയും എല്ലാം കൂടി ചേർന്നിട്ടൊരു മിക്സ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്, മനോഹരമായ ഭംഗിയുള്ള സ്ഥലം. സൂര്യാസ്തമയ സമയത്താണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത്. സൺസെറ്റ് കാണാനായിട്ട് അത്ര മുകളിലിരുന്ന് നമുക്ക് കാണുമ്പോൾ കിട്ടുന്ന ഒരു മനോഹരമായ കാഴ്ച എന്ന് പറയുന്നത് ഒരു 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റും അവിടെ നിന്നുണ്ട് സൺസെറ്റിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ. ബാംഫോർഡ് എഡ്ജിലേക്ക് എത്തിച്ചേരാൻ നിരവധി വഴികളുണ്ട്. കാൽനടയായിട്ട് വരുന്നവർക്കും സൈക്കിൾ യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും അങ്ങനെ എല്ലാവരും തന്നെ വരുന്നൊരു സ്ഥലമാണ്. ഇവിടത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുന്ന ആക്സസ് ഉള്ള വഴിയുള്ളതിനാൽ ബാംഫോർഡ് ഗ്രാമത്തിൽ നിന്ന് ഇവിടത്തേക്ക് ഒരു ബസ് സർവീസ് തന്നെയുണ്ട്. കൂടാതെ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൊണ്ട് കാറിൽ വരുന്നവർക്ക് അവിടെ സൗകര്യമായിട്ട് പാർക്ക് ചെയ്യാം. ഏകദേശം ഒരു 10-100 വാഹനങ്ങൾ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന റോഡ് സൈഡിലുള്ള ഒരു പാർക്കിംഗ് സ്പേസും ഉണ്ട്. ബാംഫോർഡ് എഡ്ജ് കാണാൻ മാത്രമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഏകദേശം ഒരു 3-4 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമായിട്ടേ ഉള്ളൂ. ഇനി അല്ലാതെയാണ് വരുന്നതെങ്കിലും ഇതിന് ചുറ്റും ഒരുപാട് സ്ഥലങ്ങളും കാണാനും കേൾക്കാനുമുള്ള ടൗണും സംഭവങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഉദാഹരണങ്ങളാണ് ചാറ്റ്സ്വർത്ത് ഹൗസ്, ലൈം പാർക്ക്, എഡോൺ ഹിൽ തുടങ്ങിയ അങ്ങനെ നിരവധി സ്ഥലങ്ങൾ അതിന് ചുറ്റും പരിസരങ്ങളിലും കാണാനൊക്കെ ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 1 ദിവസമോ 2 ദിവസമൊക്കെ തങ്ങാനുള്ള ഹോം സ്റ്റേകളും കാര്യങ്ങളും ഇഷ്ടംപോലെയുള്ള അക്കോമഡേഷൻ ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു പരിസര പ്രദേശമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി മാത്രമല്ല, നിരവധി രീതിയിലുള്ള ചരിത്രപരമായിട്ടുള്ള ബിൽഡിങ്ങുകളും പഴയ യുകെയുടെ രീതിയിലുള്ള മനോഹരമായിട്ടുള്ള പല രീതിയിലുള്ള ബിൽഡിങ്ങുകളുടെയും ചെറിയ ടൗണുകളുടെയൊക്കെ മനോഹര കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാം.
ഞാൻ ഒറ്റയ്ക്ക് പോയത് കൊണ്ട് കുറേ നേരം ഞാൻ അതിൽ നിന്നു കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു. ചുറ്റുംപുറമുള്ള ഭാഗങ്ങളൊക്കെ കണ്ടു. വീണ്ടും വീണ്ടും മുമ്പോട്ട് പതുക്കെ നടന്നു. കാരണം ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. ഉച്ചയായപ്പോഴേക്കും ഇതിൻ്റെ മുകളിൽ കയറിയെങ്കിലും വൈകുന്നേരത്തോടുകൂടി തിരിച്ചിറങ്ങി പോരാമെന്ന പ്ലാനിലാണ് പോയത്. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുള്ളത് കൊണ്ട് ഞാൻ സാവധാനം ഓരോ സ്പോട്ടുകളും ആസ്വദിച്ച് കണ്ട് ഓരോ സ്ഥലങ്ങളും മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റുള്ള ദിവസം നോക്കി പോകണം, അല്ലാന്നുണ്ടെങ്കിൽ തണുപ്പ് കൂടുതലായിരിക്കും. ഞാനിപ്പോൾ പോയപ്പോൾ നല്ല വെയിലായിരുന്നു, പക്ഷേ എന്നാലും തണുത്ത കാറ്റുള്ളത് കൊണ്ട് നമുക്ക് വെയിലിൻ്റെ പ്രശ്നം തോന്നുന്നില്ല. അങ്ങനെ ഞാൻ കരുതിയത് ഞാൻ മാത്രമായിരിക്കും ഈ ഉച്ചയ്ക്ക് ഇതിൻ്റെ മുകളിലുണ്ടാകുമെന്ന്. പക്ഷേ ഈ ഉച്ച സമയമായിട്ടും അതിൻ്റെ മുകളിൽ ആളുകളും ഉണ്ടായിരുന്നു. എന്നാലും വൈകുന്നേരമാണ് കൂടുതൽ ആളുകൾ വരുന്നതെന്നാണ് അറിയാൻ പറ്റിയത്. കാരണം സൺസെറ്റാണ് ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള കാഴ്ച. സൺസെറ്റ് കാണാനായിട്ട് ഈവനിങ്ങിലാണ് കൂടുതൽ ആളുകൾ വരുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനതുകൊണ്ട് മെയിൻ പോയിൻ്റായ ബാംഫോർഡ് എഡ്ജിലേക്ക് മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കുറച്ച് ഡ്രോൺ വിഷ്വൽസ് കാണാം ഇനി. അങ്ങനെ നടന്ന് ഞാൻ ബാംഫോർഡ് എഡ്ജിൻ്റെ ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ബാംഫോർഡ് എഡ്ജിൻ്റെ ഏരിയയിൽ നിന്നുകൊണ്ട് ഞാൻ ഡ്രോൺ പറത്തിയെടുത്ത വിഷ്വൽസാണിത്. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ലേഡി ബോവർ ഡാം എന്നറിയപ്പെടുന്ന ഡാം. ഇത് പീക്ക് ഡിസ്ട്രിക്റ്റിലെ തന്നെ ഏറ്റവും മേജറായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ലേഡി ബോവർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഏരിയയും എല്ലാം നല്ല വ്യക്തമായും നല്ല ഭംഗിയായിട്ടും കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബാംഫോർഡ് എഡ്ജ് എന്നാണ് ബാംഫോർഡ് എഡ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം. ബാംഫോർഡ് എഡ്ജിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് കണ്ടൊരു ബോർഡിൽ കണ്ടൊരു കാര്യമാണ്. ബാംഫോർഡ് എഡ്ജിന് ചരിത്രപരമായിട്ടും പ്രാധാന്യമുണ്ട്. 1949 ഒരു അമേരിക്കൻ B-29 സൂപ്പർ ഫോർട്രസ് വിമാനം ഇവിടെ തകർന്നു വീണ്ടിരുന്നുവെന്നും അത് ഈ അപകടത്തിൽ ഒരു 13 അമേരിക്കൻ സൈനികർ മരിച്ചു. അവരുടെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു സ്മാരകം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സ്മാരകം എവിടെയാണെന്നുള്ളത് ഞാൻ കണ്ടില്ല, ഏകദേശം ഞാൻ ആ ബോർഡ് മാത്രം കണ്ടു. ബാംഫോർഡ് എഡ്ജ് ശരിക്കും ഹൈക്കിങ്ങിനും ട്രക്കിങ്ങിനും മാത്രമല്ല കേട്ടോ, മൗണ്ടൻ ക്ലിമ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാഹസികത ഇഷ്ടപ്പെടുന്നവരും വരുന്ന ഒരു സ്ഥലമാണ്. ഞാനവിടെ ചെന്നപ്പോൾ ഒരു അമ്മയും മകളും മൗണ്ടൻ ക്ലൈമ്പിങ്ങിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് അതിൻ്റെ താഴെ നിന്ന് വലിയ കയറ് കെട്ടി അതിനകത്ത് വലിഞ്ഞ് മുകളിൽ കയറുക. കണ്ടുകൊണ്ട് വന്നിട്ട് നമുക്ക് തന്നെ തലകറങ്ങുന്ന രീതിയിലുള്ള പരിപാടിയാണ് അവർ ചെയ്യുന്നത്. ഞാൻ അവരുടെ പ്രൈവസി മാനിച്ച് അതിന് വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല, പക്ഷേ അവരത് ചെയ്യുന്നത് കുറേ നേരം കണ്ടുകൊണ്ട് വന്നു. വളരെ ടെക്നിക്കൽ പരമായിട്ട് വളരെ സുരക്ഷിതത്തോടുകൂടി തന്നെയായിട്ട് അവർ ആ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്. കണ്ടുകൊണ്ട് നിൽക്കാൻ ഭയങ്കര രസകരമായ കാഴ്ചയാണ്. കുത്തനെയായിട്ടുള്ള പാറയുടെ മുകളിലേക്ക് ഒരു കയറ് കെട്ടി വളരെ സാഹസികമായിട്ട് അതിൻ്റെ മുകളിലേക്ക് അവർ കയറുന്നതും അതിനനുസരിച്ച് രണ്ടുപേരും കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറുന്നതും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ശരിക്കും ചരിത്ര പ്രാധാന്യവും കാര്യങ്ങളൊന്നുമല്ല ഈ സ്ഥലത്തിനെ ശരിക്കും ആകർഷിക്കുന്നത്. ഇതിൻ്റെ പ്രകൃതി ഭംഗി തന്നെയാണ്. 360 ഡിഗ്രിയിൽ കാണാൻ പറ്റുന്ന ചെങ്കുത്തായിട്ടുള്ള മലഞ്ചെരുവുകളും നല്ല മനോഹരമായ പുൽമൈതാനങ്ങളുടെ താഴെയുള്ള കാഴ്ചകളും പിന്നെ ലേഡി ബോവർ ഡാമിൻ്റെ വിദൂര ദൃശ്യവും അതെല്ലാം ഇങ്ങനെ നമുക്കൊരു എഡ്ജിൽ നിന്നുകൊണ്ട് കാണാം എന്നുള്ളതാണ്. ഏകദേശം 10,000-2000 അടിയോളം ഉയരത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. അതാണ് ഏറ്റവും ഭംഗി.
പിന്നെ അവിടെ നിന്ന് കാണുന്ന ചില സമയങ്ങളിൽ നമ്മുടെ താഴെ കൂടെ ഫ്ലൈറ്റ് പോകുന്നത് കാണാം. ചെറിയ ഫ്ലൈറ്റുകൾ, അതായത് ചെറിയ ടൂറിസ്റ്റ് വിമാനങ്ങൾ ഈ ലേഡി പവർ ഡാമിൻ്റെ ആ ഏരിയയിൽ നിന്നൊക്കെ പറന്ന് അങ്ങോട്ട് പോകുന്നതായിട്ട് കണ്ടു. അതായത് നമ്മൾ വിമാനത്തിന് താഴെയാണ് നിൽക്കുന്നത്, നമ്മുടെ ലെവലിനൊപ്പത്തിന് വിമാനം പറന്ന് പോകുന്ന കാഴ്ച വരെ കാണാൻ പറ്റിയുള്ളതുകൊണ്ട് ടൗണിൻ്റെയും നമ്മുടെ ജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും എല്ലാം മാറി നിന്നുകൊണ്ട് ഏകദേശം കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മനോഹരമായൊരു സ്ഥലമാണ്. നല്ല കാലാവസ്ഥയുള്ളപ്പോൾ അതിൻ്റെ മുകളിൽ പോയി ആ പാറക്കല്ലുകളുടെ മുകളിൽ കുറേ നേരം ഇരിക്കുക എന്നത് വളരെ മനസ്സിനും ശരീരത്തിനും എല്ലാം ഒരു റിഫ്രഷ്മെൻറ്റ് ഫീൽ തരുന്ന നല്ല മനോഹരമായൊരു സ്ഥലമാണ് ബാംഫോർഡ് എഡ്ജ്. ഞാൻ UK വന്നിട്ട് ഇതുവരെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാട്ടോ ഇത്. ഞാനതുകൊണ്ട് ഈ സ്ഥലം എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ്. എവിടെ തിരിഞ്ഞാലും നമുക്ക് കാഴ്ചകൾ നമ്മുടെ കണ്ണിന് കുളിർമയാകുന്നതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അതിൽ കുറേ നേരം നടന്നു. എല്ലാ കാഴ്ചകളും ക്യാമറയിൽ പകർത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ കണ്ണിലും മനസ്സിലുമാണ് പകർത്തിയത്. അങ്ങനെ മല കയറി മല ഇറങ്ങുകയാണ്. കാണുന്ന 50 കിലോമീറ്ററുകൾ നടന്ന നല്ല അടിപൊളി പ്ലേസ്, നല്ല സൂപ്പർ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് താഴേക്ക് ഞാൻ തന്നെ ഇറങ്ങി. ഒരുമാതിരിപ്പെട്ടവരൊക്കെ പോയി, കുറേ ആൾക്കാർ മുകളിലിരിക്കുന്നുണ്ട്. പക്ഷേ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നാളെ ഡ്യൂട്ടി ഉള്ളത് കൊണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ സൺസെറ്റ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന സൺസെറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് സൺസെറ്റ് ആയിരിക്കും തോന്നുന്നു. അത്രയ്ക്ക് മനോഹരമായൊരു പ്ലേസാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങിപ്പോകുന്നു. എനിക്ക് നാളെ രാവിലെ ഏർലി ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പോകുന്നു. എന്താണെങ്കിലും ഒരു സൺസെറ്റ് ഷൂട്ട് ചെയ്യാൻ ഒന്നോടെ ഇവിടെ വന്നു. അപ്പോൾ എല്ലാവർക്കും വരാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമായിട്ട് ഇത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടെറൈനാണ്, കയറി ഇറങ്ങി നടക്കാൻ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ബാംഫോർഡ് എഡ്ജിൻ്റെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോയ്ക്ക് എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുകയോ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.